ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വാണിജ്യ വ്യാപാര മേഖലകളിൽ ഇന്ത്യ ബ്രൂണെ സഹകരണം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രൂണെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി സിംഗപ്പൂരിലേക്ക് തിരിച്ചു. ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മഞ്ഞ കാർഡ് ഉടമകൾക്കുള്ള ഓണക്കിറ്റ് വിതരണം ഈ മാസം 9 മുതൽ. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. ഹരിത കേരളം മിഷന്റെ തെങ്ങിന് തടം മണ്ണിന് ജലം പ്രചാരണ പരിപാടിക്ക് മന്ത്രി പി പ്രസാദ് ഇന്ന് തുടക്കം കുറിക്കും. പാരീസ് പാരാലിമ്പിക്സിന്റെ 7ാം ദിനം മെഡൽ നേട്ടം മെച്ചപ്പെടുത്താൻ ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രൂണെ സുൽത്താൻ ഹാജി ഹസനാൽ ബോൽക്കിയയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം സംബന്ധിച്ച് ബ്രൂണെ സുൽത്താനുമായി ചർച്ച നടത്തിയതായി പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയും ബ്രൂണയും തമ്മിൽ വ്യാപാരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, ഇൻഡോ പസഫിക് നയം എന്നിവയിലെ പ്രധാന പങ്കാളിയാണ് ബ്രൂണെയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബ്രൂണെ സന്ദർശനം പൂർത്തിയാക്കി ശ്രീ മോദി സിംഗപ്പൂരിലേക്ക് യാത്ര തിരിച്ചു. സിംഗപ്പൂർ പ്രസിഡന്റ് ലോറൻസ് ഓങ്ങുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഓണത്തിനോടനുബന്ധിച്ച് സപ്ലൈകോ സംഘടിപ്പിക്കുന്ന ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഈ മാസം 14 വരെയാണ് മേള. 13 ഇനം അവശ്യ സാധനങ്ങളുടെ ലഭ്യത സപ്ലൈകോയുടെ എല്ലാ ഓണം ഫെയറുകളിലും മറ്റ് ഔട്ട്ലെറ്റുകളിലും ഉറപ്പാക്കുമെന്ന് സർക്കാർ അറിയിച്ചു. മഞ്ഞക്കാർ ഉടമകൾക്കുള്ള ഓണക്കിറ്റ് വിതരണം ഈ മാസം 9 ആരംഭിക്കും. കുടുംബശ്രീ ഓണച്ചന്തകൾക്ക് ചൊവ്വാഴ്ച തുടക്കമാകും. ഉപഭോക്താക്കൾക്ക് ഓണത്തിന് ന്യായവിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ഓണം വിപണന മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി MP രാജേഷ് ചൊവ്വാഴ്ച പത്തനംതിട്ടയിൽ നിർവഹിക്കും. ഓണച്ചന്തയിലെത്തുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും കുടുംബശ്രീ ലോഗോ പതിച്ച കവർ, പാക്കിംഗ് യൂണിറ്റിന്റെ പേര്, വില, ഉൽപാദന തീയതി, വിപണന കാലയളവ് എന്നിവ രേഖപ്പെടുത്തിയ ലേബൽ ഉണ്ടാകും. ആകെ 2154 വിപണന മേളകളാകും കുടുംബശ്രീയുടേതായി ഉണ്ടാകുക. മേള 14 സമാപിക്കും. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. 1833 തൊഴിലാളികൾക്ക് 1050 രൂപ വില വരുന്ന സാധനങ്ങളടങ്ങുന്ന കിറ്റാണ് നൽകുന്നത്. സപ്ലൈകോ വഴിയാണ് കിറ്റ് ലഭ്യമാക്കുന്നത്. ഓണത്തിന് പൂക്കളം ഒരുക്കാൻ നാടൻ പൂക്കളുമായി ആലപ്പുഴ ജില്ലയിലെ കർഷകർ ഒരുങ്ങിക്കഴിഞ്ഞു. പൂക്കൾ ഇതര സംസ്ഥാനങ്ങളെക്കാൾ വില കുറച്ച് വിൽക്കാനാണ് കർഷകർ തീരുമാനിച്ചിട്ടുള്ളത്. അത്തം തുടങ്ങുന്നതോടെ പൂവിപണി ഉണരുമെന്ന പ്രത്യാശയിലാണ് ജില്ലയിലെ കർഷകർ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ. പൂക്കളുടെ ഉൽപ്പാദനത്തിൽ ആലപ്പുഴ ജില്ലയിൽ വലിയ മുന്നേറ്റമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. ചേർത്തല, തെക്കേ, കഞ്ഞിക്കുഴി തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളിൽ 3-4 ഏക്കറോളം വലിപ്പമുള്ള വലിയ പൂന്തോട്ടങ്ങളാണ് വിളവെടുപ്പിന് പാകമായി നിൽക്കുന്നത്. കൂടുതലും ബന്ദിപ്പൂക്കളാണ്. പൂക്കളുടെ ശോഭ നുകരാനും ചിത്രങ്ങളും ദൃശ്യങ്ങളും പകർത്താനും സന്ദർശകരുടെ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. ചേർത്തലയിലെ തിരുവഴയിൽ കർഷക കൂട്ടായ്മ ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ ഒരുക്കിയ പൂന്തോട്ടത്തിൽ നിന്നുള്ള വരുമാനം വയനാട് പുനരധിവാസത്തിനായി ചിലവഴിക്കും. സംസ്ഥാന കാർഷിക അവാർഡ് ജേതാക്കളായ ശുഭകേശനും സുജിത്തും വലിയ പൂന്തോട്ടങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കളെക്കാളും വില കുറച്ചാണ് കർഷകർ പൂക്കൾ വിൽക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗദീപ് ധൻകർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മധ്യപ്രദേശിൽ നിന്നാണ് ശ്രീ ജോർജ് കുര്യൻ BJPയുടെ രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. KSRTCക്ക് സംസ്ഥാന സർക്കാർ 30 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. ശമ്പളവും പെൻഷനുമടക്കം പ്രതിമാസം കുറഞ്ഞത് 50 കോടി രൂപ സഹായമായി നൽകുന്നുണ്ട്. ഈ സാമ്പത്തിക വർഷം ബജറ്റിൽ KSRTCക്ക് 900 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ MLA PV അൻവർ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പരാതി നൽകി. വിഷയത്തിൽ നീതിപൂർവമായ അന്വേഷണം ഉണ്ടാകുമെന്ന വിശ്വാസമുണ്ടെന്ന് MV ഗോവിന്ദനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം PV അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ADGP അജിത് കുമാറിനെ മാറ്റി നിർത്തുന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്നും PV അൻവർ വ്യക്തമാക്കി. സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട PV അൻവർ MLA നടത്തിയ ആരോപണങ്ങളിൽ ന്യായമായ പരിശോധന നടത്തി പരിഹാരം കാണാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. മികച്ച ഭരണ നിർവഹണം നടത്തുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്നും ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ADGP അജിത് കുമാറിനുമെതിരെ നടപടിയെടുക്കാൻ സർക്കാർ മടിക്കുന്നതെന്തെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. BJPയെ ജയിപ്പിക്കാൻ പോലീസുകാരെ കൊണ്ട് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
ആകാശവാണി തിരുവനന്തപുരത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ വർഷത്തെ ഓണാഘോഷങ്ങളുടെ ഭാഗമായി നാളെ വൈകുന്നേരം 6 മണി മുതൽ പൂജപ്പുര ശ്രീ ചിത്തിര തിരുനാൾ ഓഡിറ്റോറിയത്തിൽ ഗാനപരാഗം എന്ന പേരിൽ ലളിത സംഗീത സന്ധ്യ സംഘടിപ്പിക്കുന്നു. ആകാശവാണി തിരുവനന്തപുരം നിലയം തയ്യാറാക്കുന്ന യുഗ്മഗാനങ്ങളും ആകാശവാണിയുടെ ജനപ്രിയ ലളിതഗാനങ്ങളും അവതരിപ്പിക്കുന്നു. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന തെങ്ങിന് തടം മണ്ണിന് ജലം പ്രചാരണ പരിപാടി മന്ത്രി പി പ്രസാദ് ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. വിള പരിപാലനത്തിനോടൊപ്പം മഴവെള്ളം മണ്ണിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പാരീസ് പാരാലിമ്പിക്സിന്റെ 7ാം ദിനം കൂടുതൽ മെഡൽ പ്രതീക്ഷകളുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്നും കളത്തിലിറങ്ങും. സൈക്ലിംഗിൽ അർഷാദ് ഷെയ്ഖും ജ്യോതി ഖട്ടേരിയും ഇന്ന് ഇറങ്ങും. പുരുഷന്മാരുടെ ഷോട്ട് പുട്ട് F46 വിഭാഗത്തിന്റെ ഫൈനലിൽ സച്ചിൻ കില്ലാരി, മുഹമ്മദ് യാസിർ, രോഹിത് കുമാർ എന്നിവർ മത്സരിക്കും. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 45 കിലോഗ്രാം ഫൈനലിൽ പരംജിത് കുമാറും ഷൂട്ടിംഗിൽ നിഹാൽ സിംഗ്, രുദ്രാൻഷ് കണ്ടേൽവാലും അമ്പെയ്ത്തിൽ ഹർവീന്ദർ സിംഗും ഇന്ന് കളത്തിലിറങ്ങും. ഇന്നലെ 5 മെഡലുകളാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. ഇതോടെ ഇന്ത്യയുടെ മെഡൽ നേട്ടം 20 ആയി. വിജയികൾക്ക് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു. ഗുജറാത്തിലെ പോർബന്തറിന് സമീപം രക്ഷാപ്രവർത്തനത്തിനിടെ അറബിക്കടലിൽ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ തകർന്നു മരിച്ച കമാൻഡന്റ് വിപിൻ ബാബുവിന്റെ ഭൌതിക ശരീരം ഇന്ന് ഉച്ചയോടെ കൊച്ചിയിലെത്തിക്കും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ കോസ്റ്റ് ഗാർഡ് എയർ എൻക്ലേവിലെത്തിക്കുന്ന ഭൌതികദേഹം സ്വദേശമായ മാവേലിക്കരയിൽ സൈനിക ബഹുമതികളോടെ സംസ്കരിക്കും. കഴിഞ്ഞ തിങ്കളാഴ്ച ഹരിലീല എന്ന കപ്പലിൽ ഗുരുതരമായി പരിക്കേറ്റ ജീവനക്കാരനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള ശ്രമത്തിനിടെ ഹെലികോപ്റ്റർ തകർന്നു വീഴുകയായിരുന്നു. അപകടത്തിൽ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പ്രമുഖ സിനിമ, സീരിയൽ, നാടക നടനും സംവിധായകനും സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ VP രാമചന്ദ്രൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനും അമേരിക്കൻ കോൺസുലേറ്റ് ജീവനക്കാരനുമായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 9-ന് പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ സ്മൃതിയിൽ നടക്കും. പത്മഭൂഷൺ VP ധനഞ്ജയൻ സഹോദരനാണ്. നാളികേര സംസ്കരണശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന പാഴ്ജലം ശുദ്ധീകരിച്ച് ഉപയോഗത്തിനുള്ള ആദ്യ ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റ് കാസർഗോഡ് സ്ഥാപിച്ചു. തിരുവനന്തപുരത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയാണ് പ്ലാന്റ് വികസിപ്പിച്ചെടുത്തത്. വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്നും ആകാശവാണി പ്രതിനിധി P ജഗന്നിവാസൻ. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പദ്ധതിയിൽ നാളികേര വികസന ബോർഡിന്റെ പിന്തുണയോടെയാണ് വിട്ടൽ ആഗ്രോ ഇൻഡസ്ട്രിയൽ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചത്. നാളികേര വ്യവസായ യൂണിറ്റുകളിൽ ഈ സാങ്കേതികവിദ്യ ആദ്യമായാണ് ഉപയോഗപ്പെടുത്തുന്നത്. പരമ്പരാഗത മലിനജല ശുദ്ധീകരണ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി NIIST വികസിപ്പിച്ച നൂതന ബയോപ്രോസസ് ബയോ എനർജി പ്ലാന്റിലൂടെ മലിനജലത്തിൽ നിന്ന് പുനരുപയോഗിക്കാൻ കഴിയുന്ന ഗുണമേന്മയുള്ള ജലം ലഭിക്കും. ഈ വ്യവസായം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നായ പരിസ്ഥിതി മലിനീകരണത്തിനുള്ള സുസ്ഥിര പരിഹാരമാണ് NIIST പുതിയ സാങ്കേതികവിദ്യ വികസിപ്പിച്ചത്. US പാറ്റന്റ് നേടിയിട്ടുള്ളതാണ് ഈ പ്ലാന്റ്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 430 പോയിന്റ് നഷ്ടത്തിൽ 82,129-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 149 പോയിന്റ് നഷ്ടത്തിൽ 25,128-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 53,360 രൂപയും ഗ്രാമിന് 6,670 രൂപയുമാണ് ഇന്നത്തെ വില. പ്രതിരോധ പെൻഷൻകാർക്കായുള്ള സ്പർശ് ഔട്ട്റീച്ച് പ്രോഗ്രാം തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ മറ്റന്നാൾ നടക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യ അതിഥിയാകും. ചെന്നൈ ഡിഫൻസ് അക്കൌണ്ട്സ് കൺട്രോളർ T ജയശീലൻ, IDAS തിരുവനന്തപുരം സൈനിക കേന്ദ്രം കമാൻഡർ ബ്രിഗേഡിയർ സലീൽ MP തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചയ്ക്ക് 2:30-ന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും തമ്മിലാണ് ആദ്യ മത്സരം. വൈകുന്നേരം 6:45-ന് നടക്കുന്ന 2ാം മത്സരത്തിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് തൃശൂർ ടൈറ്റൻസിനെ നേരിടും. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറിനെതിരെ ഏരീസ് കൊല്ലം സെയിലേഴ്സ് 8 വിക്കറ്റിന് ജയിച്ചിരുന്നു. മറ്റൊരു മത്സരത്തിൽ ആലപ്പി റിപ്പിൾസ് അദാനി ട്രിവാൻഡ്രം റോയൽസിനെ 33 റൺസിന് പരാജയപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വാണിജ്യ വ്യാപാര മേഖലകളിൽ ഇന്ത്യ ബ്രൂണെ സഹകരണം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രൂണെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി സിംഗപ്പൂരിലേക്ക് തിരിച്ചു. ഓണഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മഞ്ഞ കാർഡ് ഉടമകൾക്കുള്ള ഓണക്കിറ്റ് വിതരണം ഈ മാസം 9 മുതൽ. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. ഹരിത കേരള മിഷന്റെ തെങ്ങിന് തടം മണ്ണിന് ജലം പ്രചാരണ പരിപാടിക്ക് മന്ത്രി P പ്രസാദ് ഇന്ന് തുടക്കം കുറിക്കും. പാരീസ് പാരാലിമ്പിക്സിന്റെ 7ാം ദിനം മെഡൽ നേട്ടം മെച്ചപ്പെടുത്താൻ ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.